ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫാലി ഇൻ്റെ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 21 ആണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചെങ്ങ് നേരെ ടോങ്ങിന് പ്രപ്പോസ് ചെയ്യുന്നതെല്ലാം കാണിച്ചുകൊണ്ടാണ്. ഇതെല്ലാം കേൾക്കുന്ന ടോങ്ങിനാണെങ്കിലോ അവൻ നിന്നെ പറ്റിക്കുകയാണ് എന്നുള്ള തോന്നലുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവളാണെങ്കിൽ ഒരു ഉത്തരവും പറയാതെ കാണുന്ന ചെങ്ങാണെങ്കിൽ പറയുന്നുണ്ട്, അപ്പോൾ നീ ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലേ, നീ എൻ്റെ കൂടെ നടന്ന് കളിച്ച് ചിരിച്ചത് എല്ലാം വെറുതെ ആയിരുന്നല്ലേ എന്നെല്ലാം പറഞ്ഞ് കേൾക്കുന്നതും ടോങ് പറയുന്നുണ്ട്, എനിക്ക് യാതൊന്നും മനസ്സിലാകുന്നില്ല, നീ ഇത് കാര്യമായി പറയുകയാണോ, ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഇതെല്ലാം കേൾക്കുന്ന ടോങ് ആണെങ്കിലോ ഇത് കാര്യമായിട്ടാണ്, നീ എനിക്ക് 9 മണിക്ക് മുമ്പേ മറുപടി നൽകണം എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്യാനായി പോകുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വരുന്ന വഴിക്കായിരുന്നു 9 മണിയാവാൻ ഇനി ആകെപ്പാട് കുറച്ച് ടൈം കൂടിയുള്ളൂ എന്നെല്ലാം ടോങ് ആലോചിക്കുന്നത്. അതിനിടയിൽ ടോങ്ങും ചെങ്ങുമായിട്ടുള്ള ഓരോ ബന്ധവും ഓരോ റിലേഷൻസും എങ്ങനെയാണ് മുൻപോട്ട് പോയത് എന്നെല്ലാം ടോങ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ ടോങ് വീട്ടിലെത്തുന്നത് 9 മണിക്കിനി 5 മിനിറ്റാണ് എന്നെല്ലാം കാണുന്നുണ്ട്. അതേസമയം ചെങ്ങ് വരുന്ന വണ്ടിയുടെ ശബ്ദമെല്ലാം കേട്ട് ടോങ് അവിടേക്ക് ഓടി വരുന്നുമുണ്ട്. അങ്ങനെ ടോങ്ങിനെ കണ്ടതും ചെങ്ങ് ഉടനെ തന്നെ പറയുന്നുണ്ട്, 9 മണിയാകാൻ ആകെ 5 മിനിറ്റ് കൂടിയുള്ളൂ, എന്താണ് നിൻ്റെ റിപ്ലൈ, അത് പറയ് എന്ന് പറഞ്ഞു. ഒരു ഗേളിനോട് ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യേണ്ടത് എന്നെല്ലാം പറഞ്ഞ് ടോങ് ഒരുപാട് വഴക്കെല്ലാം പറയുന്നുണ്ട് ചെങ്ങിനെ. ഇതെല്ലാം കേട്ട ചെങ്ങാണെങ്കിലോ എന്താ പിന്നെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ചെങ്ങിൻ്റെ ടീഷർട്ടിനുള്ളിൽ നിന്ന് തല പൊന്തിച്ചു വരുന്നുണ്ടായിരുന്നു ഡ്രാഗൻ്റെ പൂച്ച. ഇത് കണ്ടതും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ടോങ്ങിന്. അങ്ങനെ ചെങ്ങ് പറയുന്നുണ്ട്, 9 മണി ആയിക്കഴിഞ്ഞു, എന്താ നിൻ്റെ റിപ്ലൈ എന്ന് ചോദിച്ചത് ഉടനെ തന്നെ ടോങ് വന്ന് ഓടി ചെങ്ങിനെ കെട്ടിപ്പിടിക്കുന്നു. ഇതെല്ലാം കാണുന്ന ചെങ്ങാണെങ്കിലോ നല്ലോണം നെട്ടുന്നെല്ലാം കൊണ്ട് നീ എന്താ ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടിനെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും റിലേഷനും സ്റ്റാർട്ടാകുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് ഈ റിലേഷനിലായ കാര്യമെല്ലാം ടോങ് നേരെ അവളുടെ ഫ്രണ്ടിനോടായി അറിയിക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ യെസ് എന്ന് പറഞ്ഞത് എന്നെല്ലാം പറയുമ്പോൾ അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇനി ഓഡിയൻസിൻ്റെ കാര്യമൊന്ന് നോക്ക്, അവരെല്ലാം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ പറയുന്നുണ്ട് ചെങ് നല്ല ഒരാളാണ് എന്നെല്ലാം അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അതേസമയം അവളെ കണ്ട് നേരെ വീട്ടിൽ വന്നത് ചെങ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. അത് കേൾക്കുന്ന ടോങ് ആണെങ്കിലോ ഞാൻ 5 മിനിറ്റ് മുമ്പേ അല്ലേ പോയത്, 5 മിനിറ്റ് മുമ്പേ നീ എന്നെ കണ്ടതല്ലേ, പിന്നെ എന്ത് മിസ് ചെയ്തു എന്നാ പറയുന്നത് എന്ന് ചോദിക്കുന്നത്. അവിടെ ഇരുന്ന് ഇതൊന്നും കേൾക്കാതെ റൂയ് പറയുന്നുണ്ട്, നിന്റെ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുക, ഇത് വളരെ ക്യൂട്ടാണല്ലേ എന്നെല്ലാം സംസാരിക്കുന്നുണ്ട്. അതേസമയം പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നത് ചെങ് നേരെ ടോങ്ങിൻ്റെ കൈയെല്ലാം പിടിച്ചു വെക്കുന്നുണ്ട്. ടോങ് ആണെങ്കിലോ റൂയുണ്ട്, നീ എന്താ കളിക്കുന്നത്, അടങ്ങി നിൽക്ക് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലോ ചെങ് വിടുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ചെങ്ങിൻ്റെ കൈയെല്ലാം വിടിയിപ്പിച്ച് അവിടെ നിന്ന് പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാനായി ടോങ് പോകുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ ടോങ്ങിന് ചെങ്ങ് ഒരുപാട് റൊമാൻറ്റിക്കായി മെസ്സേജ് എല്ലാം അയക്കുന്നുണ്ട്. ടോങ് തിരിച്ചും അയക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മെസ്സേജ് എല്ലാം അയക്കുന്നുണ്ട്. അതേസമയം ജെക്ക് ഗേൾ ഫ്രണ്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞ് അത് ഓൺലൈനിലേക്ക് വലിയ പ്രശ്നമായപ്പോൾ ഏജ് നേരെ ലൈവെല്ലാം ഇടുന്നുണ്ട്. എനിക്കും ജീവിക്കണ്ടേ, എനിക്കും ഗേൾ ഫ്രണ്ട്സ് വേണ്ടേ, ഞാൻ കാലാകാലം സിംഗിളായി നിൽക്കാൻ പറ്റുമോ എന്നെല്ലാം പറയുന്നത് നേരെ അവൻ്റെ ഗേൾ ഫ്രണ്ട് വന്ന് ഒരു കീ എല്ലാം എടുത്ത് ഇത് കണ്ടോ, ഇത് വളരെ എക്സ്പെൻസീവാണ്, ഇതെനിക്ക് ഏജ് വാങ്ങി തന്ന എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നതും അത് ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്തതൊന്നുമല്ല, അവൾ അവളുടെ ചെലവിൽ തന്നെയാണ് കഴിയുന്നത്, എല്ലാവരും പറയുന്നത് അവൾ എൻ്റെ ഇതിലാണ് കഴിയുന്നത് എന്നല്ലേ, എന്നാൽ അതല്ല എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതേസമയം രാത്രി കിടക്കാനായി ഇരിക്കുമ്പോഴാണ് ചെങ്ങ് ടോങ്ങിന് മെസ്സേജ് എല്ലാം അയക്കുന്നത്, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ ദാ വരുന്നു എന്നെല്ലാം പറഞ്ഞ് നേരെ ടോങ്ങിൻ്റെ അടുത്തേക്ക് ചെങ്ങ് പോകുന്നുണ്ട്. അതേസമയം
ടോങ് പറയുന്നുണ്ട്, നീ എന്താ ചെയ്യാൻ പോകുന്നത്, എല്ലാം എനിക്ക് മനസ്സിലായി, നീ ഇവിടെ നിന്ന് വേഗം പുറത്തു പോയേ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ റൂമിൽ നിന്ന് നേരെ ചെങ്ങിനെ ടോങ് പുറത്തെല്ലാം ആക്കുന്നുണ്ട്. അങ്ങനെ ഏജയുടെ ഗെയിം കാണാനായി നേരെ ടോങ്ങും അതേപോലെ തന്നെ ഏജയുടെ ഗേൾ ഫ്രണ്ടായ ടോങ്ങിൻ്റെ ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനിടെ ടോങ് ഏജെ നല്ല ഗെയിം കളിക്കുന്നുണ്ട് എന്ന് പറയുന്നതും അവളുടെ ഫ്രണ്ടാണെങ്കിലോ എനിക്ക് ഗെയിമിനെ പറ്റി ഒന്നും അറിയില്ല, അവൻ കളിക്കുന്നത് എനിക്കൊന്നും അറിയില്ല, അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിരിക്കുന്ന അപ്പുറത്തുള്ള ഗേൾസിനാണെങ്കിൽ ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അവരാണെങ്കിൽ അവളെ വെറുപ്പിക്കാനായി ഓരോ രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ടോങ് ആണെങ്കിൽ മിണ്ടാതിരുന്നേക്ക്, ഒന്നും തന്നെ പറയണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതേ സമയം തന്നെ ടോങ്ങിനൊരു മെസ്സേജ് എല്ലാം വരുന്നുണ്ട്, ദാ ഇങ്ങോട്ട് നോക്കിയെന്നെല്ലാം പറഞ്ഞ്. അങ്ങോട്ട് നോക്കുമ്പോഴായിരുന്നു അവിടെ ഇരുന്ന് ചെങ്ങ് അവളോട് ചിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.